നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് മനസ്സിൽ 3 പ്രാവശ്യം പറയുക. ഇവിടെ 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടോ എന്നുള്ളതാണ്. ബോട്ടം കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. സിക്സ് ഓഫ് കപ്സ്, 10 of cups, page of wands, ace of pentacles, three of swords, death, temperance, king of swords. ഇവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. ഈ സ്പ്രെഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി നിങ്ങളോടൊപ്പമുള്ള പഴയ നല്ല നാളുകളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് തമാശകൾ പറഞ്ഞതും സംസാരിച്ചതും പരസ്പരം പങ്കുവച്ചതുമായ മനോഹരമായ നിമിഷങ്ങൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. യാതൊരുവിധ സ്വാർത്ഥതയോ നിബന്ധനകളോ ഇല്ലാത്ത തികച്ചും ശുദ്ധമായ ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. കുട്ടിക്കാലത്തെ സൗഹൃദം പോലെ പവിത്രമായൊരു ബന്ധമായി അവർ ഈ പ്രണയത്തെ കാണുന്നു. ഈ കാർഡ് അകന്നു പോയ ഒരു വ്യക്തി വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയോ പഴയൊരു ബന്ധം പുതുക്കുന്നതിനെയോ ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത കാർഡ് 10 ഓഫ് കപ്സ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷവും അവർ നിങ്ങളിലാണ് കാണുന്നത്. നിങ്ങളോടൊപ്പമുള്ളപ്പോൾ മാത്രമാണ് അവരുടെ മനസ്സ് പൂർണ്ണമായും നിറയുന്നത്. നിങ്ങളോടൊപ്പം ഒരു തികഞ്ഞ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അത് വിവാഹമാകാം, എല്ലാ പ്രതിസന്ധികളും മാറി ഒരൊറ്റ മനസ്സോടെ ജീവിക്കുന്ന അവസ്ഥയുമാകാം. അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് വെറും ഒരു താൽക്കാലിക വികാരമല്ല, പഴയ ആഴമേറിയ സ്നേഹവും ഓർമ്മകളും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം സമാധാനവും സന്തോഷവുമുള്ള ഒരു സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. 3 ഓഫ് സോർസ്. ഈ കാർഡ് കടുത്ത മാനസിക വിഷമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി നിലവിൽ വലിയ മാനസിക വിഷമത്തിലൂടെയോ വേർപിരിയലിൻ്റെ സങ്കടത്തിലൂടെയോ കടന്നു പോവുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയവും നിങ്ങളുമായി ഉണ്ടായ അകൽച്ചയും അവരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ഈഗോ, ആശയവിനിമയമില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച അവരുടെ പഴയ സ്വഭാവ രീതികൾ എന്നിവ പൂർണ്ണമായി അവസാനിക്കാൻ പോകുന്നു എന്നാണ്. 3 ഓഫ് സോഴ്സിൻ്റെ കൂടെ ഡെത്ത് കാർഡ് കൂടി വന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അവസാനിക്കുന്നു എന്നാണ് അർത്ഥം. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയവേദനയും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയവും അവരെ ഒരു വലിയ മാറ്റത്തിലേക്ക് നയിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൺസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ തേടി ഒരു മെസ്സേജോ ഫോൺ കോളോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ശ്രമങ്ങളോ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ്. പഴയ പിണക്കങ്ങളും സങ്കടങ്ങളും മാറ്റിവെച്ച് വളരെ പോസിറ്റീവായി നിങ്ങളെ സമീപിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്.
ഏസ് ഓഫ് പെൻഡക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് വെറും ഒരു വാക്കിലോ താൽക്കാലികമായ മോഹത്തിലോ ഒതുങ്ങുന്നതല്ല ഈ വരവ്. നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വവും സമാധാനവും തരുന്ന ഒരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നത് വെറുതെ സമയം കളയാനല്ല, ഈ ബന്ധത്തിൽ കൃത്യമായ ഒരു മാറ്റം വരുത്താനും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയായി മാറാനും അവർ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ്. ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി തൻ്റെ ഉള്ളിലെ വിഷമങ്ങളും ദേഷ്യവും ഭയവുമെല്ലാം നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്തിലോ എടുത്തുചാട്ടത്തിലോ അല്ല അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കിപ്പോൾ ക്ഷമയുണ്ട്. നിങ്ങളോട് സംസാരിക്കാനും ഈ ബന്ധത്തിൽ ഒരു വ്യക്തത വരുത്താനും അവർ ഒരുങ്ങിക്കഴിഞ്ഞു. പുറമേക്ക് അവർ ശാന്തരായും ഗൗരവക്കാരായും കാണപ്പെട്ടാലും അവരുടെ ഉള്ളിലെ തീരുമാനം ഈ ബന്ധത്തെ വളരെ പക്വതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്ന് അവർ ഒരു പുതിയ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാനും തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനുമുള്ള ഒരു സന്ദേശവുമായി അവർ വരും. ആ വരവ് നിങ്ങളുടെ ബന്ധത്തിന് വളരെ ശക്തവും സന്തോഷവും നിറഞ്ഞതുമായ ഒരു പുതിയ തുടക്കം സമ്മാനിക്കും. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും പ്രപഞ്ചത്തിനും നന്ദി. നമസ്കാരം.